ഉപ്പ് കാണിച്ചേരി നീ. ഉറങ്ങിക്കോട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ 28 ഞാനൊരു കുട്ടി വ്ളോഗ് പോലെ എടുക്കാമെന്ന്. ഇപ്പോൾ സമയം 11 മണിയായി. 11:30 ആകുമ്പോഴത്തേക്ക് അവിടെ നൂല് കെട്ട് തുടങ്ങും. ഞാൻ തണ്ട് റെഡി ആയിട്ടൊന്നുമില്ല. ഈ കോലത്തിൽ നിൽക്കുക. അയ്യോ സോറി, അതെ ഈ കോലത്തിൽ ഞാൻ നിൽക്കുക. ഇത് എൻ്റെ ഡ്രസ്സ്. ഞാനിപ്പോൾ ബ്ലൗസ് ഒന്ന് വണ്ണം കുറയ്ക്കണമായിരുന്നു, അത് കുറച്ചു. ഇനി സാരി ഒക്കെ കൊടുത്ത് റെഡി ആവണം. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം. പൊട്ടൊക്കെ അത് മതി, മാല ഇത് മതി. ഞാൻ ഇത് ചെയ്തില്ല, അയൺ ചെയ്തില്ല. അയ്യോ ഞങ്ങളുടെ ഉടുപ്പ്, ഞങ്ങളുടെ ഒന്നിച്ചുള്ള ഉടുപ്പ്. അയ്യോ കറ്റ ഉറങ്ങുക, കഷ്ടമാണ്. ഞാൻ ആദ്യം ഇത് ഒറ്റ ഇതായിട്ട് ഇടാനായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ഭംഗിയില്ലാത്ത പോലെ. ഇനി അയൺ ചെയ്യാനൊന്നും സമയമില്ല, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഇട്ടു. ആദ്യം പേരിടും. ആദ്യം പേരിടാം. ഒരു ചെവി പുറത്താണോ? അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ ചേർത്ത് പറഞ്ഞാൽ മതി. ഇഷിത അറോറ. 20 സെക്കൻഡ്.
ഓക്കെ ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കി, ഇവിടെ മാറല്ലേ. വീഡിയോ ഫോട്ടോ അവൻ എടുക്കുന്നുണ്ടല്ലോ, വീഡിയോ മാറല്ലേ. എല്ലാവരും ചിരിച്ചിട്ട് ഇവിടെ നോക്കിയോ. ഓക്കെ, നിങ്ങൾ രണ്ടുകൂടെ കുഞ്ഞിനെ നോക്കി, കുഞ്ഞിനെ നോക്കി. ഐ ഡി ഫേസ് കാണത്തില്ലേ? ആ ഓക്കെ, അടുത്തോട്ട്. ഓക്കെ, ഇനി ഒന്ന് ജസ്റ്റ് നോക്കിയേ കുഞ്ഞിനെ. ഇവിടെ നോക്കി രണ്ടുപേരും. കുഞ്ഞിനെ നോക്കി, കുഞ്ഞിനെ നോക്കി. ഇവിടെ നോക്കി, ഇവിടെ നോക്കി. ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരമായല്ലോ പോകുന്നത്, എന്തോ പന്തികേടോ. കുഞ്ഞിന്റെ കാലേലോട്ട് കൈ കുറച്ചൊക്കെ കയറി. ഒന്നുമില്ല ഇവിടെ, അവിടെ ആയിരിക്കുന്നത് ഇവിടെ ഇവിടെ. ഒത്തിരി അങ്ങോട്ട് അടുത്തോണ്ട് അടുത്തോ. ആ അങ്ങനെ അത് കൊള്ളാം. നല്ല ഒരിക്കലും തലയിൽ എണ്ണ തേക്കാത്ത ഞാൻ അന്ന് ഭയങ്കരമായിട്ട് എണ്ണ അളിച്ച് തേച്ചിട്ടുണ്ട്. ആക്ച്വലി അത് അന്ന് തേച്ചതിൻ്റെ അല്ല, അതിൻ്റെ തലേ ദിവസം എപ്പോഴോ എണ്ണ തേച്ചത്, അതിൻ്റെയാണ് ഈ കാണുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഒത്തിരി അങ്ങ് എണ്ണ തേച്ചിട്ടില്ല. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഭയങ്കര അങ്ങ് ഒരുമാതിരി ഇരിക്കുന്നു. പിന്നെ സാരിയുടെ കാര്യം പറയവേ വേണ്ട. സാരി ആണെങ്കിൽ ഇന്ന് വരെ ഞാൻ ഇത്ര വൃത്തികേടായിട്ട് സാരി ഉടുത്തിട്ടില്ല. അതാണെങ്കിൽ എന്താ, എനിക്ക് ഒന്നാമത്തെ കാര്യം ഒരുങ്ങാനൊരു മൂഡില്ലായിരുന്നു. തലേദിവസം ഉറക്കം ശരിയാവാത്തതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഒന്നാമത് ഞങ്ങൾ തലേദിവസം വെളിയിൽ പോയിട്ട് വന്നത് തന്നെ ഒരു 11-11:30 ആയി വന്നപ്പം. അത് കഴിഞ്ഞ് കിടന്നത് തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ കിടന്നു കഴിഞ്ഞിട്ട് ഇവളിടയ്ക്ക് എഴുന്നേക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് പതിവില്ലാത്ത പോലെ ഇവൾ ഭയങ്കരമായിട്ടും വെളുപ്പിനെ ടൈമിലൊക്കെ ഉണർന്ന് കിടക്കുമായിരുന്നു. അപ്പം എല്ലാം കൂടെ ആയപ്പം എനിക്ക് മൊത്തത്തിൽ ഒരുങ്ങാനൊരു ഇതില്ലായിരുന്നു. പിന്നെ ഈ എണ്ണയുടെ കാര്യം കൂടെ ഓർത്തപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടുമേ ഒരുങ്ങണമെന്ന് തോന്നിയില്ല. പിന്നെ 11 മണി ആയപ്പോഴാണ് ഞാൻ പോയി റെഡി ആവുന്നത് തന്നെ. അപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അവർ വന്നായിരുന്നു. പിന്നെ ഫസ്റ്റ് ഞാൻ ഓർത്ത സാരി ഒറ്റ ഇതായിട്ട് ഓപ്പൺ ചെയ്തിടാവുന്ന. പിന്നെ ഞാനത് പ്ലീറ്റ്സ് എടുത്തത്. അപ്പോൾ പ്ലീറ്റ്സ് എടുത്തപ്പോൾ പിന്നെ എനിക്കത് അയൺ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതങ്ങ് ബുമ്മെന്നിരിക്കുന്നു. അപ്പം മൊത്തത്തിൽ കുളമായി ഇരിക്കുമായിരുന്നു. കുഴപ്പമില്ല, എപ്പോഴും ഭയങ്കര പ്ലീറ്റ്സ് എടുത്ത് ഒതുക്കിയല്ലേ ചെയ്യുന്നത്. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. കാരണം അവൾ എൻ്റെ തൊട്ടിപ്പുറത്ത് കിടന്ന് ഉറങ്ങുക. അപ്പം ഞാൻ സൗണ്ട് കുറച്ചൊന്ന് കൂട്ടുമ്പോഴത്തേക്ക് ആളിങ്ങനെ ഞെട്ടുന്നത് പോലൊക്കെ കാണിക്കുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സൗണ്ടിലൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഇവളുടെ തലയിലിരിക്കുന്ന പൂവ് കണ്ടോ? അതാണെങ്കിൽ ഞാൻ തലേദിവസം പോയി വാങ്ങിച്ചതാണ്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയില്ലായിരുന്നു, ചേട്ടന് ഷർട്ടൊക്കെ എടുക്കാൻ പോയില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിച്ചതാണ് ആ തലയിലിരിക്കുന്ന പൂവ്. പിന്നെ മറ്റേ ബാൻഡ് ഞാൻ
അല്ലാതെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ പൂ അതിലേക്ക് അറ്റാച്ച് ചെയ്യുമായിരുന്നു. പിന്നെ ആ ഡ്രസ്സിൻ്റെ കാര്യം പറയുമെങ്കിൽ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണത്. ഗോൾഡ് വന്നിട്ട് എൻ്റെ സാരിയിലെ ഗോൾഡാണ്, മറ്റേതാണെങ്കിൽ അല്ലാതെ എൻ്റെ കയ്യിലുള്ള ഫാബ്രിക്കായിരുന്നു. അപ്പോൾ ആ മെറൂണും ഗോൾഡും എനിക്ക് പൊതുവെ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെ ഞാനത് സെലക്ട് ചെയ്തേ. മഴ പിള്ളേരാകുമ്പോൾ ഇങ്ങനെയൊക്കെ പഠിക്കണം. ഫോട്ടോ എടുത്ത് പലതും പലതാണോ നോക്കിയത് ഒരു ദേഷ്യപ്പെട്ട് ഇവൻ ഏതാടാ സിനിമയിലൊക്കെ കൊണ്ടുപോകുന്നേടാന്ന് പറയുക. അഭിനവാമനെ എന്നെ കൂടെ സിനിമയിൽ കൊണ്ടുപോകുന്നേടാ കേട്ടോ കേട്ടോ. ഒരെണ്ണം തന്നേക്കും, ഒരെണ്ണം കൂടെ. ഓക്കെ. അപ്പം ഞാനും ചേട്ടനും ലാസ്റ്റിലാണ് കഴിക്കാനിരുന്നത്. ബാക്കി എല്ലാവരും കഴിച്ചായിരുന്നു. ഞങ്ങൾ കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് പന്തലൊന്നും കണ്ടില്ല. അപ്പം ലാസ്റ്റ് ഞങ്ങൾ അകത്തിരുന്നാണ് കഴിച്ചത്. പിന്നെ അങ്ങ് മഴയായിപ്പോയി കേട്ടോ. ഞാൻ ഇലയ്ക്കകത്ത് തന്നെയാണ് കഴിച്ചത്. ചേട്ടൻ പ്ലേറ്റിൽ കഴിച്ചു. എനിക്ക് സദ്യ ഇലയ്ക്കകത്ത് തന്നെ കഴിക്കണം. അതുകൊണ്ട് എനിക്ക് സദ്യ പൊതുവേ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സദ്യ, പായസം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പോയി സാരിയൊക്കെ മാറ്റിയിട്ട് വീട്ടിലിരുന്ന് ഡ്രസ്സ് ഇട്ടു. അപ്പോഴാണ് ഒരു സമാധാനമായത്. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ ലേറ്റായി പോയത് കഴിക്കാൻ. പിന്നെ ഇടയ്ക്ക് ഇവൾ കരയുമ്പോഴൊക്കെ നോക്കണമായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എന്ത് വേണം അതിനൊക്കെ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.